കഴിഞ്ഞ 2 മാസമായിട്ട് പുറം ലോകം കാണാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരൊന്ന് പുറം ലോകം കാണിച്ച് കുറച്ച് വെയിൽ കൊള്ളിച്ചിട്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചെന്ന്. ഞായറാഴ്ച ഹൗസ് ക്ലീനിങ് ആണെന്ന് പറഞ്ഞ് മുങ്ങാനിരുന്ന സ്റ്റാൻലിയും പിടിച്ചാണ്ട് നിർത്തി. പകുതി ഉള്ളതാണല്ലോ. റൈഡിങ് കേസ് എല്ലാം കഴിഞ്ഞ റൈഡ് കഴിഞ്ഞപ്പോൾ വാഷ് ചെയ്ത് എടുത്തു വെച്ചാണ്. അതുകൊണ്ട് ഇത്തവണ അത് ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. റൈഡിങ് ജാക്കറ്റ്സും റൈഡിങ് പാൻസൊക്കെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണമെന്നാണ് വാങ്ങിയവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനൊരു തവണയേ കൊടുത്തിട്ടുള്ളൂ. അതിന് ശേഷം ഞങ്ങൾ തന്നെ വാഷ് ചെയ്യല്. വാഷ് ചെയ്യണതൊക്കെ സിമ്പിളാണ്. അതിൻ്റെ പാഡ്സൊക്കെ റിമൂവ് ചെയ്ത് കുറച്ച് മൈൽഡ് വാഷിംഗ് പൗഡർ യൂസ് ചെയ്തിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. 15 മിനിറ്റ് അതിൽ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് അതെടുത്ത് വെയിലില്ലാത്തടത്ത് ഉണക്കാൻ വെക്കുക. വെയിലത്തിടരുത്, ഡയറക്റ്റ് വെയിലില്ലാത്തടത്ത് ഉണക്കാൻ വെച്ചിട്ട് അത് ഉണങ്ങിയതിൻ്റെ ശേഷം നമുക്ക് തിരിച്ചെടുത്ത് നമ്മളെ ഷെൽഫിലേക്ക് കീപ്പ് ചെയ്യാം. 2 മാസം മുന്നേ ഇതെല്ലാം വാഷ് ചെയ്ത് ഞങ്ങൾ എടുത്തു വെച്ചതാണ്. പിന്നെ 2 മാസമായിട്ട് എങ്ങോട്ടും യാത്ര പോകാനില്ലാത്തത് കൊണ്ട് വെറുതെ കിടക്കുകയാണല്ലോ ഷെൽഫിൽ. അപ്പോൾ ജസ്റ്റ് ഒന്നെടുത്ത് വെയിലത്ത് വെക്കാമെന്ന് വെച്ചത്. അല്ലെങ്കിൽ ഇതിനൊക്കെ ഫംഗസ് വന്നു. എൻ്റെ ഗ്ലൗവിനൊരു തവണ ഫംഗസ് വന്നിരുന്നു. ഒരുപാട് ടൈമൊന്നും വെയിലത്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ മതിയാവും. ഇപ്പോഴത്തെ വെയിലാകുമ്പോൾ 10 മിനിറ്റ് മതി. ഏതൊരു റൈഡറിൻ്റെയും കോൺഫിഡൻസ് ആണ് റൈഡിങ് കേസ്. അതുമല്ല നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണ ഒരു ക്യാപിറ്റലും കൂടിയാണ്. അപ്പം നമ്മളെപ്പോഴും അവരോടൊരു പരിചയമുള്ള ആളെ പോലെ ഇരിക്കുക. തിരിഞ്ഞു നോക്കാതെ നിൽക്കരുത്. ഇതെല്ലാം വൃത്തിയായിട്ട് എടുത്ത് വെക്കാനുള്ള ഷെയർ ഞാൻ അവൾക്ക് കൊടുത്തതുകൊണ്ട് ഇനി വീട് വൃത്തിയാക്കാൻ എന്നെ വിളിക്കുമെന്നൊരു ഡൗട്ടുണ്ട്.